എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് റോഡിന് കുറുകെ കിടക്കുന്ന മരം കണ്ട് നിർത്തിയിട്ടിരിക്കുന്ന ആ ആംബുലൻസ് ആണ്. ലേഡി ഓഫീസർ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ വയർലെസ്സിലൂടെ സഹായത്തിന് വേണ്ടി ആരെയും കണക്ട് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുകയായിരുന്നു ആ ഡ്രൈവറും. അവിടെയെങ്ങും ആരുമില്ലല്ലോ എന്ന് ആ ലേഡി ഓഫീസർ അത്ഭുതപ്പെടുകയാണ്. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ റോഡിലെല്ലാം നല്ല തിരക്ക് കാണേണ്ടതാണല്ലോ. എന്തായാലും കാര്യം മനസ്സിലാക്കി ടാബിയും കൂടി പുറത്തേക്കിറങ്ങി വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ കുറെ റേവൻസ് കൂട്ടമായിട്ട് അവിടേക്ക് വരുന്നത്. അവറ്റകളെല്ലാം മുൻപ് ചെയ്തതുപോലെ ശബ്ദമുണ്ടാക്കി കൂട്ടമായിട്ട് വരുമ്പോൾ അത് കണ്ട് പേടിയോടെ നിൽക്കുകയായിരുന്നു ടാബിത. പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു കുന്തവും അറിയില്ലല്ലോ. അവരും അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് സാധാരണ എല്ലാവരെയും പോലെ വേറെ വഴിയിലൂടെ പോകാമെന്ന് ചിന്തിക്കുകയാണ്. അതും പറഞ്ഞ് ആ ലേഡി ഓഫീസർ ടാബിയെയും കൊണ്ട് ആംബുലൻസിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴും വേറെ വഴിയിലൂടെ പോയിട്ടൊന്നും കാര്യമില്ല എന്ന് ടാബി പേടിയോടെ പറയുന്നുണ്ട്. പക്ഷേ ആ ഓഫീസർ അവളെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതേ സമയം കുറെ ചിത്രങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു ഈതൻ. പെട്ടെന്ന് അവിടെ വീണ്ടും ആ ഒരു ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങുകയാണ്. അത് കേട്ട് ഞെട്ടുന്ന ഈതൻ പതിയെ എഴുന്നേറ്റ് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വിളിച്ചത് തോമസ് തന്നെയായിരുന്നു. അതായത് ഇത് തോമസ് ആണ് എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോഴും ആ ഒരു കോൾ വന്നത്. മമ്മി ആപത്തിലാണ്, ഇപ്പോഴൊരു ആംബുലൻസിലാണ് ഉള്ളത് എന്ന് കേൾക്കുന്ന ഈതൻ ആംബുലൻസോ എന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായി അവർ വന്നുകൊണ്ടിരിക്കുക, പക്ഷേ നിങ്ങളുടെ സഹായം വേണം, പേടിക്കരുത് എന്നെല്ലാമാണ് തോമസ് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഇതാരാ സംസാരിക്കുന്നത് എന്ന് ഈതൻ ചോദിക്കുമ്പോൾ തോമസ് ആണ് എന്ന് ആ ശബ്ദം വീണ്ടും പറയുന്നു. എന്നാൽ അത് വിശ്വസിക്കാൻ തയ്യാറാവാത്ത ഈതൻ വീണ്ടും ചോദിക്കുമ്പോൾ അവിടേക്ക് ജിമ്മ് കയറി വരികയും ആരോടാ നീ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് ആ ഒരു ഫോൺ വാങ്ങുകയും ചെയ്യുന്നു. അവൻ പറയുന്നത് അവൻ തോമസ് ആണെന്നാണ് എന്ന് ഈതൻ പറയുമ്പോൾ അത് കേട്ട് വല്ലാതാകുന്ന ജിമ്മ് എന്റെ പിള്ളേരെ അവരുടെ വഴിക്ക് വിട്ടേക്കണമെന്ന് ഫോണിലൂടെ പറയുന്നു. പക്ഷേ അവരിപ്പോൾ നിങ്ങളുടെ പിള്ളേരല്ലല്ലോ എന്നാണ് അവന് കിട്ടുന്ന മറുപടി. അത് കേട്ട് ദേഷ്യം കയറുന്ന ജിം ആ ഫോൺ അവിടെ നിന്ന് എടുത്തിട്ട് ടേബിളിലേക്ക് വലിച്ചെറിയുകയാണ്. ഈ ശബ്ദമെല്ലാം കേട്ട് അവിടേക്ക് വരുന്ന ജൂലിയും പേടിച്ച് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ആ ഫോണിലും വയേഴ്സ് ഒന്നും കണക്റ്റഡ് അല്ല എന്ന കാര്യം ജിമ്മ് ശ്രദ്ധിക്കുന്നത്. എന്നിട്ടും ഇതെല്ലാം ശരിക്കും എങ്ങനെയാണല്ലേ പ്രവർത്തിക്കുന്നത് എല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ജൂലിയുടെ ഡാഡ് എന്ന വിളി കേൾക്കുമ്പോൾ ജിം നമ്മുടെ ഈതനടുത്തേക്ക് വന്നിട്ട് അവൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഇത്രയും നേരം നടന്ന കാര്യങ്ങൾ കാരണം പേടിച്ചിരിക്കുന്ന ഈതനും മം ജീവനോടെ ഉണ്ടെന്നും അതുപോലെ താൻ കേട്ട കാര്യങ്ങളും ജിമ്മിനോട് പറഞ്ഞു കൊടുക്കുന്നു. സോ നിഗൂഢമായ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന തന്നുകൊണ്ട് സീസൺ 3ലെ 4th എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ 3 എപ്പിസോഡുകളും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കണേ. എപ്പിസോഡുകളുടെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഇപ്പോൾ വീഡിയോ കാർഡായിട്ട് മുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റിലും ഈ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് ബാക്കി കഥ കേൾക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോളനി ഹൗസ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ വലിയ ബഹളമെല്ലാം ഉണ്ടാക്കി വന്ന ചത്തുവീണ റേവൻ അവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് കിളി പോയ പോലെ നമ്മുടെ എൽജിനും ഇരിപ്പുണ്ട്. അത് നോക്കി നിൽക്കുന്ന ബസ് ഡ്രൈവർ ലേഡിയും അതുപോലെ ചുവരിൽ തെറിച്ച ചോരയെല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന നെക്കിയും തമ്മിൽ ആ ചത്ത റേവനെ എടുത്തു കളയാൻ പറഞ്ഞ് ചെറിയ തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെ തുടർന്ന് തനിക്കിതൊന്നും വയ്യ എന്ന് പറഞ്ഞു പോകുന്ന ഡ്രൈവർ ലേഡി ടാരറ്റ് കാർഡ് വായിക്കാൻ പറ്റിയ സ്ഥലവും സമയമാണോ ഇതെന്ന് ചോദിച്ച് ടെല്ലി അമ്മൂമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട്. അത് കേട്ട് അമ്മൂമ്മ സോറി പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ ആ ലേഡി അവിടെ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ ഈ വഴക്കെല്ലാം നിർത്താൻ പറഞ്ഞ് ഡോണ അവിടേക്ക് കയറി വരുന്നു. ഡോണയാണെങ്കിൽ ആ പാവം എൽജിന്റെ അവസ്ഥ കണ്ടിട്ട് അവൻ ഓക്കെയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആളൊത്തിരി പേടിച്ചിരിക്കുകയാണെന്ന്. പാവം നമ്മുടെ എൽജിൻ അല്ലേ. അക്കാര്യം നമ്മുടെ ഡോണയ്ക്കും മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ കാണുന്നത് ഫാത്തിമയെ ചെക്ക് ചെയ്യുന്ന മാരിയലിനെയാണ്. ആ റേവൻസ് വന്നുണ്ടാക്കിയ പുകിലിനെ തുടർന്ന് ഫാത്തിമയും ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണല്ലോ. ആക്ച്വലി ഇതിന്റെയൊന്നും ആവശ്യമില്ല എന്ന് ഫാത്തിമ പറയുന്നുണ്ടെങ്കിലും തന്റെ പേഷ്യന്റിനെ ചെക്ക് ചെയ്യേണ്ടത് മാരിയലിന്റെ കടമയാണെന്ന് അവളും പറയുന്നു. മാത്രമല്ല തന്റെ പാർട്ട്ണറായ ക്രിസ്റ്റി ഇപ്പോഴുള്ളത് കാട്ടിലാണ്. ആ ഒരു ടെൻഷനൊക്കെ മറക്കാനായിട്ട് ഇതൊക്കെ ചെയ്തേ പറ്റൂ എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട് ക്രിസ്റ്റിയും കൂട്ടരും അവിടെ സേഫ് ആയിരിക്കുമെന്ന് ഫാത്തിമ അവളെ ആശ്വസിപ്പിക്കുന്നു. അത് തനിക്കറിയാം എന്ന് പറഞ്ഞ് മാരിയൽ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ ക്രിസ്റ്റിയുടെ സ്ഥാനത്ത് എലീസ് ആയിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ പേടിക്കുമായിരുന്നു എന്ന് ഫാത്തിമയും സമ്മതിക്കുകയാണ്. അത് കേട്ട് മാരിയൽ ആ വെള്ളം ഫാത്തിമയ്ക്ക് കൊടുക്കുന്നു. മാത്രമല്ല ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇവിടെ ഒരാളെ കിട്ടി എന്ന സന്തോഷവും അവൾ തുറന്നു പറയുന്നു. അതുപോലെ ഫാത്തിമ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്, നിറമൊക്കെ വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കഴിച്ചു തുടങ്ങി എന്ന് തോന്നുന്നു അല്ലേ എന്നെല്ലാം മാരിയൽ ചോദിക്കുമ്പോൾ യാ അവസാനം കഴിക്കാൻ തോന്നുന്ന ചിലത് കിട്ടി എന്ന് ഫാത്തിമയും പറയുകയാണ്. ഗ്രേറ്റ്, കുഞ്ഞിനൽപ്പം ആരോഗ്യമൊക്കെ ആവശ്യമാണ് എന്ന് സന്തോഷത്തോടെ മാരിയലും പറയുന്നു. പക്ഷേ ഫാത്തിമ കഴിക്കുന്ന ആഹാരം ആ ചീഞ്ഞഴുകിയ വെജിറ്റബിൾസ് ആണെന്ന് നമ്മൾക്കല്ലേ അറിയൂ. ഇതേ സമയം നേരത്തെ വിക്ടർ ആവശ്യപ്പെട്ട
പറയുന്നതനുസരിച്ച് ബെഡ്ഷീറ്റുകളെല്ലാം എടുത്തു നിൽക്കുകയായിരുന്നു സേറ. വിക്ടർ പറയുന്നത് പണ്ട് പകലെല്ലാം അവരിവിടെയാണ് കളിച്ചിരുന്നത് എന്നാണ്. രാത്രിയിൽ എല്ലാവരും ഒളിക്കും. അന്ന് രക്ഷാകവചമായ താലിസ്മാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷേ പകൽ സമയങ്ങളിൽ വിക്ടറും അനിയത്തിയും അകത്ത് തന്നെയിരുന്ന് കളിക്കുമായിരുന്നു. ശരിക്കുമുള്ള വീട്ടിലാണ് നിൽക്കുന്നത് എന്ന രീതിയിലാണ് അവർ പെരുമാറിയിരുന്നത്. ഇവിടത്തെ വീടുകളിൽ വിക്ടറിന്റെ അനിയത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവരിപ്പോഴുള്ള ഈ വീടായിരുന്നു. അതിന്റെ കാരണം തനിക്കറിയില്ല എന്നും വിക്ടർ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഇവിടെ അനിയത്തിയും ഉണ്ടായിരുന്നോ എന്ന് സേറ ചോദിക്കുമ്പോൾ അമ്മയും ഉണ്ടായിരുന്നു. പക്ഷെ അവർ മരിച്ചു, നേതനെ പോലെ തന്നെ. പക്ഷെ കൊന്നത് ഞാനല്ലെന്ന് മാത്രം എന്ന് പറഞ്ഞ് ഈ വിഷമഘട്ടത്തിലും നൈസായിട്ട് സേറയ്ക്കിട്ടൊരു താങ്ങുകൂടി കൊടുക്കുകയാണ് വിക്ടർ. അത് കേട്ട് വല്ലാതാകുന്ന സേറ വിഷയം മാറ്റാനായിട്ട് ഇത്രയും വിരി മതിയോ എന്ന് ചോദിക്കുന്നു. അതിനെ തുടർന്ന് ആ വിരിയെല്ലാം എണ്ണി നോക്കി ആ ഇത് മതി എന്ന് പറഞ്ഞ് ആ വിരികളെല്ലാം എടുക്കുകയാണ് വിക്ടർ. ഈ വിരിയെല്ലാം ശരിക്കും എന്തിനാണ് എന്ന് സേറയ്ക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതെല്ലാം തനിക്ക് ഓർമ്മകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണെന്നാണ് വിക്ടർ പറയുന്നത്. തന്റെ ചെറുപ്പത്തിൽ അമ്മ ഇവിടെയുള്ള എല്ലാവരെയും രക്ഷിക്കാൻ നോക്കി. പക്ഷേ അമ്മ മരിച്ചു, പിന്നെ എല്ലാവരും മരിച്ചു. പക്ഷേ എങ്ങനെയെന്നോ എന്തിനെന്നോ ഇപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല. അതുകൊണ്ട് തനിക്കത് ഉടനെ ഓർത്തെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് വിക്ടർ നടക്കുമ്പോൾ അതെന്തിനാ എന്ന് സേറ ചോദിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ മഞ്ഞൊക്കെ പെയ്യുന്നത്. നമുക്ക് ആ ബേസ്മെന്റിലേക്ക് പോകാം, കാരണം രഹസ്യങ്ങൾ സംസാരിക്കേണ്ടത് ബേസ്മെന്റിലാണ് എന്ന് പറഞ്ഞ് വിക്ടർ നടക്കുമ്പോൾ സേറയും അവന് പിന്നാലെ തന്നെ പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ടാബിയും ഹെൻറിയും സഞ്ചരിക്കുന്ന ആംബുലൻസ് ഇപ്പോൾ ഇരുട്ടായിട്ടും ആ കാട്ടിലുള്ള റോഡിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെന്താണ്, ഈ കാട് തീരുന്നില്ലല്ലോ എന്ന് ആ നേഴ്സ് ആശങ്കപ്പെടുന്നുണ്ട്. അത് കേട്ട് GPS-ൽ എന്താ കാണിക്കുന്നതെന്ന് ആ ലേഡി ഓഫീസറും ചോദിക്കുന്നു. എന്നാൽ GPS ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന കാര്യം ഡ്രൈവർ പറയുമ്പോൾ തങ്ങളിപ്പോൾ ചുമ്മാ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുവാണ്, ഈ കാടത്ര വലുതൊന്നുമല്ല എന്നാണ് നേഴ്സ് പറയുന്നത്. എങ്കിൽ ശരി, നമുക്ക് തിരിച്ചുപോയി നോക്കാം എന്നായി ഡ്രൈവർ. പക്ഷെ ഇത് കേട്ട് തിരിച്ചു പോവല്ലേ, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകൂ എന്ന് ടെൻഷൻ അടിച്ച് ടാബി പറയുമ്പോൾ ടാബിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആ ഓഫീസർ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ വണ്ടി തിരിച്ചാൽ ടൗണിൽ നിന്ന് ദൂരേക്ക് മാറിപ്പോകും എന്നൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ടാബി പറയുമ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഡ്രൈവർ ഇപ്പോഴും ഹൈവേ തിരഞ്ഞ് വണ്ടി ഓടിക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ എത്തുന്ന എല്ലാവരുടെയും അവസ്ഥ നല്ല ക്ലിയർ ആയിട്ട് അറിയാവുന്ന ആളാണല്ലോ ടാബി. സോ അവളാണെങ്കിൽ താൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇരുട്ടായാൽ പിന്നെ ഇവിടെ വണ്ടി നിർത്തരുത്, അപകടമാണ്. പക്ഷെ മുൻപിലൊരു ടൗൺ ഉണ്ട്, അവിടെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായി വണ്ടി ഒന്ന് മുന്നോട്ടെടുക്ക് എന്നെല്ലാം പറഞ്ഞ് അവരോട് അപേക്ഷിക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് ബസ്സിലിരുന്ന് പുറത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ബോയ്ഡിനെയാണ്. ആ ബസ്സിലാണെങ്കിൽ ഇപ്പോഴും റാൻഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. അതായത് പുള്ളിക്കാരൻ ബോയ്ഡിന്റെ ഓഫർ ഒന്നും സ്വീകരിച്ചിട്ടില്ല. ബോയ്ഡ് ഇങ്ങനെ പുറത്ത് മോൺസ്റ്റർ വരുന്നുണ്ടോ എന്നെല്ലാം നോക്കുന്നത് കണ്ട്, സോ നിങ്ങൾക്കിപ്പോൾ മോൺസ്റ്ററിന്റെ നീക്കവും രീതികളും എല്ലാം അറിയണം അല്ലേ? എന്നിട്ടെന്താ കാര്യം, നിരീക്ഷിച്ചാൽ ഒന്നിനെ പിടിക്കാനുള്ള വഴി ഉൾവിളിയായി കിട്ടുമെന്നാണോ എന്നൊക്കെ ചോദിച്ച് ബോയ്ഡിനെ ചൊറിയുകയാണ് റാൻഡൽ. അത് കേട്ട് യാ അങ്ങനെയും പറയാം എന്ന മറുപടിയാണ് ബോയ്ഡ് കൊടുക്കുന്നത്. ശേഷം റാൻഡൽ എന്താ ആ ഷെരീഫ് സ്റ്റേഷനിൽ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞിട്ടും ആ ഓഫർ സ്വീകരിക്കാതെ ഇവിടെ ഇരിക്കുന്നത് എന്ന് ബോയ്ഡ് തിരിച്ചു ചോദിക്കുകയാണ്. അതിനുള്ള മറുപടി താൻ തന്റെ കാര്യം നോക്കടോ എന്നായിരുന്നു. റാൻഡലിന്റെ ഒരു ക്യാരക്ടർ വെച്ച് പിന്നെ അവന്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം ഊഹിക്കാമല്ലോ. അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് വാക്കുതർക്കമാകും എന്ന് കരുതുമ്പോൾ റാൻഡൽ പറയുന്ന കാര്യം കുറച്ച് ഡിഫറന്റ് ആയിരുന്നു. അതായത് ബോയ്ഡ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം അതെത്ര പൊട്ട ഐഡിയ ആണെങ്കിലും അതിനിവിടെയുള്ള എല്ലാവരും പുറത്തെത്തിക്കാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ടെങ്കിൽ സഹായിക്കാൻ താൻ തയ്യാറാണെന്ന് റാൻഡൽ പറയുന്നു. ഓ, ഇത്ര പെട്ടെന്ന് നമ്മുടെ റാൻഡലിന്റെ സ്വഭാവം മാറിയോ എന്ന് ബോയ്ഡ് അതിശയിക്കുമ്പോൾ അവൻ കണ്ട കാഴ്ചകൾ ബോയ്ഡ് കണ്ടിരുന്നെങ്കിൽ ബോയ്ഡിന്റെ മനസ്സും മാറുമായിരുന്നു എന്ന് അവൻ പറയുന്നു. അത് കേട്ട് നീ എന്ത് കണ്ടെന്നാ ഈ പറയുന്നത് എന്ന് ബോയ്ഡ് ചോദിക്കുമ്പോൾ ഈ വെടിക്കെട്ടുകാരനെ ഉടുക്കോട്ടി പേടിപ്പിക്കലേ എന്ന് പറയുന്നത് പോലെ ബോയ്ഡിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്ന് നമുക്കറിയാം. എന്നാലും പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാലോ. ഞാനും ജൂലിയും മെറിയലും എല്ലാം എവിടെയായിരിക്കും, ഞങ്ങൾ എന്താകും കണ്ടതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ബോയ്ഡ് എന്നൊക്കെ റാൻഡിൽ തിരിച്ചു ചോദിക്കുന്നു. മാത്രമല്ല ഇവിടെയുള്ള ആളുകളെല്ലാം മരണഭയത്തിലാണ്. പക്ഷേ ഈ സ്ഥലത്ത് നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശം കാര്യം മരണമല്ല, എനിക്ക് പുറത്തു കടക്കണം എന്നെല്ലാം ഇത്രയും നാൾ താൻ അനുഭവിച്ച ആ മോശം കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു പറയുകയാണ് റാൻഡൽ. റാൻഡലും തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ഘട്ടത്തിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാവാം അവനിതെല്ലാം വലിയ വായിൽ പറയുന്നത്. ഇതേ സമയം ഇരുൾ പരന്ന ആ കാട്ടിൽ സ്റ്റേ ചെയ്യുന്ന കെന്നി ഉറങ്ങാതിരിക്കുന്നത് കണ്ട് കാലിലെ വേദന കൊണ്ട് എഴുന്നേറ്റ ക്രിസ്റ്റി അവനോട് ഉറങ്ങാൻ പറയുന്നു. രാവിലെ എഴുന്നേറ്റൽ ഇനിയും ഒത്തിരി പണിയുണ്ടല്ലോ അവർക്ക്. അത് കേട്ട് വേദന മാറ്റാൻ താൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ച് കെന്നി അവളെ അവിടെ ഇരിക്കാനായിട്ട് സഹായിക്കുകയാണ്.
നീര് കുറയും വരെ ഒന്നും ചെയ്യേണ്ട എന്ന് ക്രിസ്റ്റിയും പറയുന്നു. ശേഷം കെന്നി എന്തോ കുത്തിക്കുറിക്കുന്നത് കണ്ട് നീ എന്താ എഴുതുന്നത് എന്നവൾ ചോദിക്കുമ്പോൾ അത് വെറുതെ അമ്മയുടെ പേരിൽ കുത്തിക്കുറിച്ചതാ, ചൈനീസ് രീതിയാണ്. മതപരമായി അവധി ദിവസങ്ങളിൽ മരിച്ചു പോയവർക്ക് വേണ്ടി കത്തുകൾ എഴുതാറുണ്ടെന്ന് അവൻ പറയുന്നു. എന്നാൽ ഇതിപ്പോൾ അങ്ങനെയൊരു ദിവസമല്ല എന്നവൻ കൂട്ടിച്ചേർക്കുമ്പോൾ പുള്ളിക്കാരിക്ക് സന്തോഷമാകും എന്ന് അവളും പറയുന്നു. ശേഷം അവർ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും മറ്റും സംസാരിക്കുമ്പോൾ രാവിലെ സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ജെയ്ഡ്. എന്തോ ഭാഗ്യത്തിന് പുള്ളി അവിടെ മര്യാദയ്ക്ക് ഒരു ശല്യവും കൂടാതെ ഉറങ്ങുകയായിരുന്നു. ഇപ്പോൾ ഇവരുടെ സംസാരം കേട്ട് ജെയ്ഡിന്റെ ഉറക്കം പോയിട്ട് അവൻ എഴുന്നേൽക്കുകയാണ്. എന്തായാലും ഇനി ഉറക്കം വരില്ല, സോ കേട്ടാൽ ഞെട്ടാൻ വകുപ്പുള്ള ഒരു കാര്യം കേൾക്കണോ എന്നവൻ അവരോട് ചോദിക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വിക്ടറിനെയാണ്. അവൻ ആ ബേസ്മെന്റിൽ കിടക്കവിരികളെല്ലാം വെച്ച് ഒരു കൂടാരം പോലെ ഉണ്ടാക്കുകയാണ്. ഒപ്പം പഴയ കഥകളും പറഞ്ഞ് സേറയെയും കൂട്ടി അകത്തേക്ക് കയറുന്നു. എല്ലാവരും മരിച്ച അന്ന് വിക്ടർ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് റൂമിലായിരുന്നു. അവന്റെ അമ്മ അവനോടും അനിയത്തിയോടും അവിടെ ഒളിക്കാൻ പറഞ്ഞു. പക്ഷേ അനിയത്തി അതനുസരിച്ചില്ല. വിക്ടർ അന്നു മുഴുവൻ അതിനുള്ളിലായിരുന്നു. രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചുറ്റും ശവങ്ങൾ നിറഞ്ഞിരുന്നു. അന്നാണ് വിക്ടർ ആദ്യമായിട്ട് ആ ബോയിൻ വൈറ്റിനെ കാണുന്നത്. അത് കേട്ട് വിക്ടറിനും ബോയിൻ വൈറ്റിനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ് സേറ. സേറയ്ക്ക് ആളെ അത്ര പിടിയില്ലെന്ന് തോന്നുന്നു അല്ലേ? വാട്ടവർ, അവൻ തന്റെ സുഹൃത്താണ് എന്ന് വിക്ടർ പറയുന്നു. ആക്ച്വലി ഒറ്റക്കായിരുന്ന ആ വർഷങ്ങളിൽ വിക്ടറിനുണ്ടായിരുന്ന ഒരേയൊരു കൂട്ട് ആ ബോയിൻ വൈറ്റ് ആയിരുന്നു. അതെല്ലാം ഓർത്ത് വിക്ടർ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പെട്ടി തുറക്കാൻ തുടങ്ങുകയാണ്. അന്ന് തെരുവ് മുഴുവൻ ശവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്ടറിനെ കൊണ്ട് എല്ലാവരെയും അടക്കം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ബോയിൻ വൈറ്റ് ആണ് പറഞ്ഞത് മരിച്ചവരുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ശേഖരിച്ച് അവർക്ക് പകരം അതെല്ലാം അടക്കാൻ. അങ്ങനെ അത് കേട്ട് അന്ന് കുഴിച്ചിട്ട ആ പെട്ടിയാണ് നമ്മുടെ വിക്ടർ ഇപ്പോൾ തുറക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മൺവെട്ടിയും എടുത്ത് വിക്ടർ ഒരിടത്ത് കുഴിക്കുന്നുണ്ടായിരുന്നില്ലേ? ഈ ഒരു പെട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു ആ കുഴിയെടുത്തത്. ആ പെട്ടിയിൽ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് വിക്ടറിന്റെ ഓർമ്മകൾ തിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് സേറ ചോദിക്കുന്നു. മാത്രമല്ല എന്തിനാ ഇതിനുള്ളിൽ വെച്ചതെല്ലാം ചെയ്യുന്നതെന്ന് അവൾ സംശയത്തോട് ചോദിക്കുമ്പോൾ ഇതൊരു കോട്ടയാണ് എന്ന് വിക്ടർ പറയുകയാണ്. അപ്പോൾ തന്നെ എന്തിനാ കൂട്ടിയത് എന്നായി സേറയുടെ അടുത്ത സംശയം. അത് തനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. ഒരുപക്ഷെ പേടിക്കുന്ന പല കാഴ്ചകളും കണ്ടേക്കാം. ഇവിടെയുള്ളവരിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആൾ സേറയാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും സേറയെ പേടിപ്പെടുത്തില്ല എന്ന് വളരെ നിഷ്കളങ്കമായിട്ട് നമ്മുടെ വിക്ടർ തുറന്നു പറയുന്നു. സേറയ്ക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് അവളൊന്ന് പുഞ്ചിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ വിക്ടർ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് സേറയെ നൈസായിട്ട് സീരിയസ് ആയിട്ട് കളിയാക്കി വിടുന്നത്. ഇതേസമയം ബസ്സിലുള്ള റാൻഡലാണെങ്കിൽ മൂടിന് തീ പിടിച്ച പോലെ അവിടെ നടക്കുകയാണ്. അത് കണ്ട് എന്താ നിന്റെ പ്രശ്നമെന്ന് ബോയ്ഡ് ചോദിക്കുമ്പോൾ എന്തോ സീനുണ്ട്. ഈ സമയത്ത് അവറ്റകളെ മൊത്തം ഇവിടെ കാണേണ്ടതാണ്. അവറ്റകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് വിട്ടിട്ട് അവർ ഒന്നും മാറ്റി ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞ് ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് ഓരോ മോൺസ്റ്ററും സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുകയാണ് റാൻഡൽ. അതെല്ലാം കേട്ട് നീ അവറ്റകളെ ശരിക്കും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലേ എന്ന് ബോയ്ഡ് ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോൾ പിന്നെ ഈ TV കാണാനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ ചേട്ടാ എന്ന് റാൻഡൽ കളിയാക്കി അമർഷത്തോടെ പറയുകയാണ്. പിന്നെ ഇവരെല്ലാം വീട്ടിലെ ജനാലകൾ തുണിയിട്ട് മൂടിയേക്കുവല്ലേ? അപ്പൊ പിന്നെ റാൻഡൽ വേറെ എന്ത് ചെയ്യാനാ? ആ മോൺസ്റ്റേഴ്സിനെ ഇങ്ങനെ നോക്കിയിരിക്കാനല്ലേ പറ്റൂ. സോ റാൻഡൽ പറഞ്ഞു വന്നത് അവറ്റകൾക്ക് ചില പതിവുകളും രീതികളും എല്ലാം ഉണ്ട് എന്നാണ്. ആ പതിവുകളാണ് ഇന്ന് ഈ നേരത്ത് മാറിയത് എന്നവൻ പേടിയോടെ പറയുന്നു. അത് കേട്ട് ബോയ്ഡും ഒന്ന് പേടിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആ ആംബുലൻസ് കാണുമ്പോൾ അതിലിരിക്കുന്ന ടാബി ആണെങ്കിൽ അവളെ കൊണ്ടാകുന്ന രീതിയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവരൊന്നും തന്നെ അവൾ പറയുന്നത് കാര്യമാക്കുന്ന പോലും ഇല്ലായിരുന്നു. പെട്ടെന്ന് അവിടെ ടൗണിലെ ധാന്യപ്പുര കണ്ട ടാബി അവിടെ വണ്ടി നിർത്താനായിട്ട് ബഹളം വെക്കുന്നുണ്ടെങ്കിലും അത് കേട്ട് വണ്ടി നിർത്താനൊന്നും ആ ഡ്രൈവർ തയ്യാറാകുന്നില്ല. ഇതേ സമയം അവരുടെ ആംബുലൻസ് അതിലൂടെ പാസ് ചെയ്യുന്നത് കണ്ട് ബോയ്ഡും റാൻഡലും ടെൻഷൻ അടിച്ച് നോക്കുകയാണ്. അവർ മാത്രമല്ല ആംബുലൻസ് വന്ന കാര്യം വീട്ടിലെ ജനലിലൂടെ കാണുന്ന ഈതനും ആ കോളിലൂടെ പറഞ്ഞ പോലെ ആംബുലൻസ് എത്തിയെന്ന് ഉറക്കെ പറയുന്നു. അത് കേട്ട് ഞെട്ടുന്ന ജിമ്മും ജൂലിയും ജനലിനടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ബസ്സിൽ നിന്നിറങ്ങുന്ന ബോയ്ഡും റാൻഡലും ആംബുലൻസ് നിർത്താൻ പറഞ്ഞ് ഓടി വരുന്നുണ്ടെങ്കിലും അതവിടെ നിർത്താതെ വേഗത്തിൽ പോയി. അപ്പോൾ തന്നെ മോം എന്ന് വിളിച്ച് ഈതനും വീടിന് പുറത്തേക്ക് ഓടുകയാണ്. ഈതനെ കണ്ട ബോയ്ഡ് ഉടനെ ചെന്ന് അവനെയും പൊക്കിയെടുത്ത് വീട്ടിലേക്ക് കയറുന്നു. ഒപ്പം ജിമ്മും റാൻഡലും ഉണ്ടായിരുന്നു. അപ്പോഴും നിങ്ങളിവിടെ നിർത്തിയേ പറ്റൂ എന്നൊക്കെ ടാബി പറയുന്നുണ്ട്. പക്ഷേ അവരാണെങ്കിൽ അവൾ പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല. പെട്ടെന്ന് റോഡിലൊരു ബോഡി കിടക്കുന്നത് കണ്ട് ഡ്രൈവർ അവിടെ വണ്ടി നിർത്തുന്നു. ഇതേ സമയം ഈതനാണെങ്കിൽ ശരിക്കും മോം ആ ആംബുലൻസിൽ ഉണ്ടെങ്കിലോ എന്ന് തന്നെ ചോദിക്കുകയാണ്. അത് കേട്ട് കാര്യം മനസ്സിലാക്കാത്ത ബോയ്ഡിനോട് ഈതൻ ആ ഫോൺ കോളിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആംബുലൻസ് അവിടെ നിർത്തിയ ശേഷം ഡ്രൈവർ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത് മനുഷ്യനും തേങ്ങയും ഒന്നുമല്ല എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ടാബി എഴുന്നേൽക്കുകയാണ്. അത് കണ്ട് ഇത്തവണ ആ ലേഡി ഓഫീസർ ആണെങ്കിൽ നിങ്ങളൊന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞ് ടാബി അവിടെ ഹാൻഡ് കഫ് ഇട്ടിരുത്തുന്നു.
അതേസമയം ആ നേഴ്സും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ടാബി അവളെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആര് കേൾക്കാൻ, ആരോട് പറയാൻ? അവരെല്ലാം പണി എരന്നു വാങ്ങാൻ തന്നെ പോവുകയാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടത്തെ കാര്യങ്ങളൊന്നും തന്നെ അവർക്കറിയില്ലല്ലോ. പക്ഷേ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. പക്ഷേ ചിലപ്പോൾ ചെറുതായിട്ടൊന്നും മരിക്കും, അത്രേ ഉള്ളൂ. നമ്മളെല്ലാം ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആ നേഴ്സ് അവിടെ കിടന്നിരുന്ന ആ ലേഡി മോൺസ്റ്ററിനെ പരിശോധിക്കുന്നു. പൾസില്ല എന്ന് പറഞ്ഞ് ബേജാറാകുമ്പോഴാണ് ആ മോൺസ്റ്റർ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുന്നത്. എടാ കുട്ട, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ ആദ്യം ആ നേഴ്സിനെ ആക്രമിക്കുന്നു. ശേഷം ആ ഡ്രൈവറിനെയും. അവർക്കൊന്നും ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ഈ കാഴ്ചകളും ആ മോൺസ്റ്ററിന്റെ പൈശാചികമായ രൂപവുമെല്ലാം കണ്ട ലേഡി ഓഫീസർ ഇതെന്ത് പണ്ടാരമാണെന്ന് മനസ്സിലാക്കാതെ അതിനു നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. ശേഷം ഷൂട്ട് ചെയ്യുന്നു. അവറ്റകൾക്ക് ഇതൊന്നും ഒരു പുത്തിരിയല്ലല്ലോ. എന്നാൽ ഈ വെടിശബ്ദം കേട്ടതോടുകൂടി മോൺസ്റ്റേഴ്സ് ഇറങ്ങി എന്ന കാര്യം റാൻഡലിനും കൂട്ടർക്കും മനസ്സിലായി. ആ ലേഡി ഓഫീസർ ആണെങ്കിൽ ശരിക്കും പെട്ടുട്ടോ. കാരണം രണ്ടു ഭാഗത്തു നിന്നും മോൺസ്റ്റേഴ്സ് അടുത്തേക്ക് വരികയായിരുന്നു. എന്നാലും ഇവറ്റകൾ പതിയെ നടക്കുന്നത് കണ്ട് ഓഫീസർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ടാബിത ഹെൻറിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുന്നു. ജിമ്മാണെങ്കിൽ ടാബി ശരിക്കും ആ ആംബുലൻസിൽ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അത് കണ്ട് പുറത്തേക്കൊരിക്കലും ഇറങ്ങരുത് എന്ന് ഈതനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി അവനെ ജൂലിയെ ഏൽപ്പിച്ച് ബോയ്ഡും ഇറങ്ങുകയാണ്. പുറകെ നമ്മുടെ റാൻഡലും. അപ്പോൾ ബോധം വരുന്ന ഹെൻറിയോട് ടാബി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മോൺസ്റ്റേഴ്സിന്റെ ഭീകരമായ അലർച്ച കേട്ട് അവർ രണ്ടുപേരും നന്നായിട്ട് പേടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവരുടെ ആംബുലൻസ് ആരോ തുറക്കുന്നത് കണ്ട് രണ്ടുപേരെ ഞെട്ടുമ്പോൾ ഭാഗ്യത്തിന് അത് നമ്മുടെ ജിമ്മായിരുന്നു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ട രണ്ടുപേരും ഒത്തിരി എക്സൈറ്റഡ് ആകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ടാബിയുടെ കൈവിലങ്ങഴിക്കണം. എന്നാൽ അതിന്റെ താക്കോൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആക്ച്വലി അത് സ്വാഭാവികമായിട്ടും ആ ലേഡി ഓഫീസറിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അത് നോക്കുമ്പോഴാണ് എല്ലാവരും ആംബുലൻസിൽ നിന്ന് ഉടനെ ഇറങ്ങണം എന്ന് ബഹളം വെച്ചുകൊണ്ട് ബോയ്ഡും റാൻഡലും അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അത് കേട്ട് ഹെൻറി പേടിക്കുമ്പോൾ ടാബിയെ കണ്ട് ബോയ്ഡും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോഴാണ് ടാബിയുടെ കൈവിലങ്ങഴിക്കാനുള്ള കീ ബോയ്ഡിന്റെ കയ്യിലുണ്ടോ എന്ന് ജിമ്മ് ചോദിക്കുന്നത്. പക്ഷേ തന്റെ കയ്യിലില്ല എന്നും ബസ്സിൽ ടൂൾ കിറ്റ് ഉണ്ട് എന്നും ബോയ്ഡ് പറയുന്നു. അത് കേട്ട് ഞാൻ എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ടൂൾ കിറ്റ് എടുക്കാനായിട്ട് റാൻഡൽ ബസ്സിലേക്ക് ഓടുകയാണ്. ബോയ്ഡ് അവനെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും വേഗം വരാമെന്ന് പറഞ്ഞവൻ പോകുന്നു. സോ ജിമ്മിനോടെല്ലാം ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ് ബോയ്ഡ് ആംബുലൻസിന്റെ ഡോർ അടക്കുന്നു. ഇതേ സമയം ഒരാൾ ഓടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കോളനി ഹൗസിൽ ഒരാൾ മണി മുഴക്കുമ്പോൾ നിക്കി അവിടെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ലേഡി ഓഫീസർ അങ്ങോട്ടേക്ക് ഓടി വരുന്നതും അവരെ ആ മോൺസ്റ്റേഴ്സ് എല്ലാം വളയുന്നതും നിക്കി കാണുന്നുണ്ട്. ആ ഓഫീസർ വെടിവെക്കുന്ന ശബ്ദം കേട്ട് അതിലെ ഒരു മോൺസ്റ്റർ വളരെ പൈശാചികമായിട്ട് കിടന്നലറുമ്പോൾ ഓഫീസർ അവർക്ക് നേരെയും വെടിവെക്കുന്നു. അതെല്ലാം കണ്ടുനിന്ന നിക്കി എല്ലാവരോടുമായിട്ട് അത് പോലീസാണെന്നാ തോന്നുന്നത് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ആ ലേഡി ഓഫീസർ ഇത്ര വെടിവെച്ചിട്ടും ഇവറ്റകൾക്കൊന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇതെന്ത് കുന്തമാണ് എന്ന് മനസ്സിലാക്കാത്ത അവർ ജീവനിൽ ഭയന്ന് തുടരെ വെടിവെക്കുകയാണ്. നിർഭാഗ്യവശാൽ അതിലൊരു ബുള്ളറ്റ് അവിടെയുള്ള വിൻഡോയും തകർത്ത് കോളനി ഹൗസിൽ നിന്നിരുന്ന നിക്കിയുടെ ദേഹത്ത് കൊള്ളുകയാണ്. നിക്കിക്ക് വെടിയേറ്റത് കണ്ട് എല്ലാവരും പാനിക് ആകുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന മാരിയൽ വന്ന് അവളെ പരിശോധിക്കുന്നു. എല്ലാവരും അവളെ സഹായിക്കാനായിട്ട് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. വയറിന് വലതുഭാഗത്തായിട്ടാണ് വെടിയേറ്റതെന്ന് മനസ്സിലാക്കി നിക്കിയെ ചരിച്ചു കിടത്തുമ്പോൾ അവൾ വേദന കൊണ്ട് കരയുകയായിരുന്നു. ഉടനെ തന്നെ ബുള്ളറ്റ് പുറത്തെടുക്കണമെന്നെല്ലാം മാരിയൽ പറയുമ്പോഴാണ് ആ ലേഡി ഓഫീസർ വാതിൽ തുറക്കാൻ പറഞ്ഞ് ബഹളമുണ്ടാക്കി ഡോറിൽ കൊട്ടുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്റ്റി വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് ബസ് ഡ്രൈവർ മാരിയലിനോട് പറയുമ്പോൾ ക്രിസ്റ്റി നാളെയേ വരൂ, നമുക്കിപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ആ ബുള്ളറ്റ് പുറത്തെടുക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുകയാണ് മാരിയൽ. അതേസമയം പുറത്തു നിന്നിരുന്ന ലേഡി ഓഫീസറിന് വാതിൽ തുറന്നു കൊടുത്ത് അവരെ അകത്തേക്ക് കയറ്റിയപ്പോഴാണ് താൻ കാരണം ഈ വീട്ടിലുണ്ടായിരുന്ന ഒരാൾക്ക് വെടിയേറ്റു എന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ റിഗ്രറ്റ് തോന്നുന്ന ഓഫീസർ ഗണ്ണെടുത്ത് വെച്ച ശേഷം അവരുടെ ഭാഗം ന്യായീകരിച്ച് മുന്നോട്ട് വരികയാണ്. പക്ഷേ അവരെ നിക്കിയുടെ അടുത്തേക്ക് ചെല്ലാൻ നമ്മുടെ ഡോണ അനുവദിക്കുന്നില്ല. തനിക്കറിയാതെ പറ്റിയതാണെന്നൊക്കെ അവർ പറയുമ്പോൾ ഡോണ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞ് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലേഡി ഓഫീസറിന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ റിയൽ ആണോ, ഇതെല്ലാം എന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുകയാണ്. അത് കണ്ട് പുറത്തിനിയും മറ്റാരെങ്കിലും ഉണ്ടോ എന്നും ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുമെല്ലാം ഡോണ ചോദിക്കുന്നു. അത് കേട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവരും പറയുന്നു. ഇതേ സമയം ടൂൾ ബോക്സ് എടുക്കാനായിട്ട് ബസ്സിലേക്ക് വന്ന റാൻഡലിന് വീണ്ടും ചീവീടുകളുടെ ഇലൂഷൻ വരുന്നുണ്ട്. അത് കണ്ടവൻ ആ ബസ്സിലെ താലിസ്മാൻ കൂടി എടുത്താണ് പോകുന്നത്. ബോയ്ഡ് ആണെങ്കിൽ അവിടെ കിടന്നിരുന്ന ഡ്രൈവറിന്റെ പോക്കറ്റിലെല്ലാം ആംബുലൻസിന്റെ കീ തിരയുകയാണ്. അപ്പോൾ ആംബുലൻസിന്റെ അടുത്തേക്ക് എത്തിയ റാൻഡലിനെ ഒരു കൂട്ടം മോൺസ്റ്റേഴ്സ് വളയുന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന താലിസ്മാൻ നീട്ടിപ്പിടിച്ച് അവരോടെല്ലാം മാറിപ്പോകാൻ പറഞ്ഞ് ഷൗട്ട് ചെയ്യുകയാണ്. പക്ഷേ അവറ്റകൾക്കൊന്നും യാതൊരു കുലുക്കവുമില്ല. അവരുടെ സംസാരം കേട്ട് അങ്ങോട്ടേക്ക് വന്ന ബോയ്ഡിന്റെ നേർക്ക് റാൻഡൽ ആ ടൂൾ കിറ്റ് എറിഞ്ഞു കൊടുക്കുന്നു. ശേഷം അവനോട് ബസ്സിലേക്ക്
തിരിച്ചു പോകാൻ ബോയ്ഡ് ആവശ്യപ്പെടുകയാണ്. അത് കേട്ട് റാൻഡൽ തിരിയുന്നതും വീണ്ടും അവന് നേർക്ക് ഒരു കൂട്ടം ചീവീടുകൾ വരികയാണ്. അതെല്ലാം കൂടി വന്ന് അവനെ ഭ്രാന്ത് പിടിപ്പിക്കുമ്പോൾ അവൻ അവിടെ റോഡിൽ വീണു പോവുകയാണ്. അതൊന്നും അറിയാതെ ബോയ്ഡ് വേഗം ടൂൾ കിറ്റ് എടുത്ത് ജിമ്മിന് കൊടുക്കുന്നു. പക്ഷേ അപ്പോഴും അവിടെയെല്ലാം തിരഞ്ഞിട്ടും ബോയ്ഡിന് ആ ആംബുലൻസിന്റെ കീ മാത്രം കിട്ടുന്നില്ല. പെട്ടെന്നാണ് ഇതാണോ മോൻ നോക്കുന്നത് എന്ന് ചോദിച്ച് ചിരിച്ചുകൊണ്ടൊരു മോൺസ്റ്റർ ബോയ്ഡിന് നേരെ കീ നീട്ടുന്നു. അത് കണ്ട് പേടിച്ച് ബോയ്ഡ് തന്റെ ഗൺ എടുക്കുമ്പോൾ ആ മോൺസ്റ്റർ പറയുന്നത്, നീ ഈ കീ എടുത്തോ, പക്ഷെ റാൻഡലിനെ ഞങ്ങളിങ്ങ് എടുക്കുക. അപ്പോഴേക്കും ഒത്തിരി ചീവീടുകൾ ചേർന്ന് റാൻഡലിന് ചുറ്റും കൂടുമ്പോൾ ആ മോൺസ്റ്റേഴ്സും അവനെ വളഞ്ഞ് അടുത്തേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും രക്ഷിക്കാനൊന്നും നിനക്കാവില്ല എന്ന് മോൺസ്റ്റർ ബോയ്ഡിനോട് പറയുമ്പോൾ റാൻഡലിന് ചുറ്റുമുള്ള ചീവീടുകളെല്ലാം അപ്രത്യക്ഷമാവുകയും താൻ മോൺസ്റ്റേഴ്സിന്റെ ഇടയിൽ പെട്ടു എന്ന കാര്യം അവൻ തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ അകത്തുനിന്ന് ജിം ഇവിടെ നിന്ന് വേഗം പോകാം എന്ന് പറയുന്നത് കേട്ട് അവറ്റകളെയെല്ലാം ദേഷ്യത്തോടെ തെറി വിളിച്ച് മനസ്സില്ലാ മനസ്സോടെ ബോയ്ഡ് ആ കീ വാങ്ങി വണ്ടി എടുക്കുകയാണ്. ആംബുലൻസ് സ്റ്റാർട്ടാകുന്നത് കണ്ട റാൻഡൽ ആണെങ്കിൽ അവനെ ഇവിടെ ഇട്ടിട്ട് പോകില്ലേ എന്നൊക്കെ പേടിച്ച് അവിടെ കിടന്ന് ബോയ്ഡിനോട് പറയുന്നുണ്ട്. പക്ഷേ അവന്റെ ശബ്ദം ഉയരുന്നതിനനുസരിച്ച് അവറ്റകളും അലറുകയാണ്. അതേസമയം ഒത്തിരി ആശങ്കകൾക്കൊടുവിൽ കുറേയേറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു പ്ലെയർ ഉപയോഗിച്ച് നിക്കിയുടെ ശരീരത്തിലെ ബുള്ളറ്റ് പുറത്തെടുക്കാൻ മാരിയലിന് സാധിച്ചു. ഒത്തിരി വേദന സഹിച്ച നിക്കിക്കും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ അപ്പുറത്തായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ എൽജിനും അതുപോലെ ഡോണയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ വന്ന ലേഡി ഓഫീസറും നിൽക്കുമ്പോഴാണ് ബോയ്ഡ് ആ ആംബുലൻസുമായിട്ട് കോളനി ഹൗസിന് മുന്നിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ടൂൾ ഉപയോഗിച്ച് ടാബിയുടെ വിലങ്ങിട്ടിരുന്ന ആ ഡോർ ഹാൻഡിൽ റിമൂവ് ചെയ്യാൻ ജിമ്മിനായി. അത് കണ്ട് ടാബിക്ക് ഒത്തിരി സമാധാനമാകുന്നുണ്ട്. അതുപോലെ ഹെൻറിക്ക് നടക്കാനാകുമോ എന്ന് ചോദിച്ച് അവരെയും കൊണ്ട് ജിമ്മ് ആംബുലൻസിൽ നിന്നും ഇറങ്ങുകയാണ്. റാൻഡലിന്റെ കാര്യമോർത്ത് കുറ്റബോധമുണ്ടെങ്കിലും വേറെ നിവൃത്തിയില്ലാതെ ബോയ്ഡും അവരെയും കൂട്ടി കോളനി ഹൗസിലേക്ക് കയറുന്നു. ഡോണയാണെങ്കിൽ അവർക്ക് ഡോർ തുറന്നു കൊടുത്ത ശേഷം ടാബിയെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ടാബി തിരിച്ചു വന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ. ഒപ്പം ഹെൻറിയെ ബോയ്ഡ് ഒരു സ്ഥലത്തിരുത്തുകയാണ്. അപ്പോഴാണ് ടാബിയെ കണ്ട് ആ ലേഡി ഓഫീസർ അടുത്തേക്ക് വരുന്നതും അതുപോലെ നിക്കി വെടിയേറ്റ് കിടക്കുന്നത് കണ്ട് ബോയ്ഡ് ഞെട്ടുന്നതും. ലേഡി ഓഫീസർ വന്ന് ടാബിയുടെ വിലങ്ങഴിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് ടാബി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. തനിക്ക് തെറ്റുപറ്റി എന്ന ഭാവത്തിലായിരുന്നു ആ ഓഫീസറും. അപ്പോഴാണെങ്കിൽ ജിം അവനും ടാബിക്കും വേണ്ടി ഡോണയോട് ഒരു മുറി ചോദിക്കുകയാണ്. മുകളിലെ ഒരു മുറി തരാമെന്ന് പറഞ്ഞ് ഡോണ മുകളിലേക്ക് പോകുമ്പോൾ ഹെൻറി ഓക്കെയാണ് എന്ന് ഉറപ്പുവരുത്തി ടാബിയും ജിമ്മും അവളുടെ പുറകെ പോകുന്നു. ഇതേ സമയം ടെലിയമ്മൂമ്മ വളരെ വിഷമത്തോടെ ചിന്തിച്ചിരുന്ന് പാവം കുട്ടി എന്ന് പറയുകയാണ്. അത് കേട്ട് അടുത്തിരുന്ന എൽജിൻ പറയുന്നത് നിക്കിക്ക് ഒരു കുഴപ്പവും വരില്ല എന്നായിരുന്നു. എന്നാൽ അമ്മൂമ്മ പറഞ്ഞത് നിക്കിയെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് നമ്മുടെ ഫാത്തിമയെക്കുറിച്ചായിരുന്നു. അവരാ കാർഡ് വായിക്കാൻ പോയപ്പോൾ വന്ന നാശം പിടിച്ച പക്ഷി ഒരു അടയാളമാണെങ്കിലോ എന്ന് അമ്മൂമ്മ പേടിയോടെ ചോദിക്കുകയാണ്. അപ്പോഴാണ് എൽജിന് മുന്നിലായിട്ട് ആ സ്ത്രീരൂപം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അവനത് നോക്കിയിരിക്കുന്നത് കണ്ട് എന്തു പറ്റി എന്ന് അമ്മൂമ്മ ചോദിക്കുമ്പോൾ താനിപ്പോൾ ഉണർന്നിരിക്കുകയാണോ എന്ന് എൽജിൻ സംശയത്തോടെ ചോദിക്കുന്നു. അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്നാൽ അവനാണെങ്കിൽ എപ്പോഴും ഉറക്കത്തിൽ ഒരു സ്വപ്നമായി കാണുന്ന ഈ രൂപത്തെ ഇപ്പോൾ നേരിട്ട് കാണുകയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു വല്ലാത്ത അവസ്ഥയിലാകുകയായിരുന്നു. അപ്പോഴാണെങ്കിൽ ആ രൂപം തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അവനും ഉടനെ തന്നെ അതിന് പിന്നാലെ നടക്കുകയാണ്. അങ്ങനെ ഒരു ഇടനാഴിയിൽ എത്തിയപ്പോൾ ഹെൽപ്പ് മീ പ്ലീസ് എന്ന് വല്ലാത്തൊരു ശബ്ദത്തിൽ പറഞ്ഞ് ആ രൂപം കൈകൾ നീട്ടി അവന്റെ അടുത്തേക്ക് വരുന്നു. അത് കണ്ട് പേടിച്ച് എൽജിൻ പുറകിലേക്ക് നടക്കുമ്പോൾ അതിലൂടെ നടന്ന ഒരാളുടെ ദേഹത്ത് വന്നിടിക്കുകയാണ്. ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആ രൂപം ഉണ്ടായിരുന്നില്ല. ഇതേ സമയം മമ്മയെ രക്ഷിക്കാൻ പോയ ഡാഡിനെയും കൂട്ടരെയും ജനലിലൂടെ നോക്കുകയായിരുന്നു ജൂലി. പുറത്തെന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഈതൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ജൂലി പറയുന്നു. അപ്പോൾ അവർ തിരിച്ചു വന്നില്ലെങ്കിലോ എന്നായി ഈതൻ. അങ്ങനെയൊന്നും പറയരുത്, അവർ തിരിച്ചു വരും എന്ന് ജൂലി ഈതനെ തിരുത്തുകയാണ്. അപ്പോൾ അവിടെ ജൂലിയും ഈതനും മാത്രമാണ് ഉള്ളത് എന്ന ചിന്തയിലാവാം ഈതൻ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം ജൂലിയോട് തുറന്നു ചോദിക്കുകയാണ്. അന്ന് ജൂലിക്ക് വളരെ വിയേഡായ എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം അവളാകെ മാറിയെന്ന് ഈതൻ പറയുന്നു. അവൾ ശരിക്കും ഓക്കെ ആണോ എന്ന് ഈതൻ ചോദിക്കുകയാണ്. അത് കേട്ട് ആദ്യം താൻ ഓക്കെയാണ് എന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് തന്നോട് എന്ത് വേണമെങ്കിലും പറയാം, താനിപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, സത്യം പറ എന്നവൻ നിർബന്ധിക്കുമ്പോൾ ജൂലിയും അവളുടെ മനസ്സ് തുറക്കുകയാണ്. ശരിക്കും അന്ന് നടന്ന സംഭവങ്ങൾ കാരണം ജൂലി വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു. അവൾ അതാരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈതനിപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് അവൾ അവനോട് മാത്രം ഇതെല്ലാം ഷെയർ ചെയ്യുകയാണ്. അവൾ ശരിക്കും ഓക്കെയാണ് എന്ന പോലെ പെരുമാറാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് ഞാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് ഈതൻ ചോദിക്കുമ്പോൾ ഹേയ്, ഞാനാണ് നിന്റെ ചേച്ചി, ഞാനാണ് നിന്നെ നോക്കേണ്ടത് എന്ന് ജൂലി ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അവർ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാകും, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ഈതൻ സീരിയസ് ആയിട്ട് പറയുന്നു. തന്റെ കുഞ്ഞനിയൻ
ഇത്രയും വലിയ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് ഇമോഷണൽ ആകുന്ന ജൂലി അവനെ കെട്ടിപ്പിടിച്ച ശേഷം അവർ തിരിച്ചു വരും എന്ന് പറയുന്നു. ശേഷം നമ്മൾ കാണുന്നത് കാട്ടിലെ ആ കുടിലിരിക്കുന്ന ജെയ്ഡിനെയും കൂട്ടരെയുമാണ്. അവൻ അവരോട് രണ്ടുപേരോടുമായി താൻ കണ്ട ഭീകര കാഴ്ചകളെല്ലാം ഷെയർ ചെയ്യുകയാണ്. ആ കണ്ണിലൂടെ ആണിയടിച്ച മനുഷ്യനെക്കുറിച്ചും പിന്നെ രക്തം നിറച്ച തലയോട്ടിയുമായി അവൻ വന്ന കാര്യമെല്ലാം പറയുന്നു. അതെല്ലാം കേട്ട് ക്രിസ്റ്റിയും കെന്നിയും ശരിക്കും പേടിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം താൻ ഇവിടെ ആദ്യമായിട്ട് എത്തിയ അന്ന് മുതൽ കാണുന്നതാണെന്ന് ജെയ്ഡ് പറയുന്നു. നമ്മളന്ന് ആ നിലവറയിലേക്ക് പോയ ദിവസം മുകളിൽ ഞാൻ ആ സിമ്പിൾ കണ്ട് പേടിച്ചത് ഓർമ്മയില്ലേ? അന്ന് എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ചോ എന്ന് ജെയ്ഡ് ചോദിക്കുമ്പോൾ അക്കാര്യങ്ങൾ കെന്നിയും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കും ഓർമ്മയില്ലേത്? നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടില്ലേ? ആ കാര്യമാണ് ജെയ്ഡ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അന്ന് ഡൈനറിൽ വെച്ച് കെന്നിയുടെ അമ്മ ജെയ്ഡിനെ കാണുമ്പോൾ മാനസിക നില തെറ്റിയ താൻ ആ സിമ്പിൾ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് കെന്നിയുടെ അമ്മ തനിക്ക് ചായ ഉണ്ടാക്കി തന്നു. എന്നിട്ട് അവരെന്നെ സ്റ്റോറേജ് റൂമിലേക്ക് കൊണ്ടുപോയി. ശേഷം അവർ ഈ ഡയറി എടുത്തു തന്നു എന്നൊക്കെ പറഞ്ഞ് ജെയ്ഡ് ആ ഡയറി എടുക്കുകയാണ്. എന്നാൽ ഈ ഡയറി അവിടെയുള്ള കാര്യം അവർക്കെങ്ങനെ അറിയാമെന്ന് തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് ജെയ്ഡ് ആ ഡയറി ക്രിസ്റ്റിക്ക് കൊടുക്കുകയാണ്. അത് കേട്ട് ആ സ്റ്റോറേജ് റൂമിലെ ഓരോ മുക്കും മൂലയും അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് കെന്നി പറയുന്നു. അപ്പോഴും തനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് ജെയ്ഡ്. അവൻ വിഷമിക്കുന്നത് കണ്ട് എന്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് കെന്നി പറയുമ്പോൾ അവരെന്നെ സഹിക്കുകയായിരുന്നു എന്ന് വേണം പറയാനെന്ന് ജെയ്ഡ് തമാശയായി പറയുകയാണ്. എന്നാൽ അമ്മ എപ്പോഴും ഇഷ്ടമുള്ള ആളുകളോട് മാത്രമേ ദേഷ്യം കാണിക്കൂ, ഇഷ്ടമില്ലാത്തവരെ ഇഗ്നോർ ചെയ്തു വിടും എന്ന് കെന്നി പറയുമ്പോൾ അതറിയാവുന്ന ക്രിസ്റ്റിയും അത് കേട്ട് ചിരിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയുള്ള ആ ലെറ്റർ നീ എഴുതി തീരുമ്പോൾ ഞങ്ങളുടെയെല്ലാം ഹായ് പറഞ്ഞേക്ക് എന്ന് ജെയ്ഡും പറയുകയാണ്. പെട്ടെന്ന് അവിടെ പുറത്താരോ തട്ടാൻ തുടങ്ങി. ആ ശബ്ദമെല്ലാം കേട്ട് അവരൊക്കെ പേടിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് കെന്നി അവരെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ജെയ്ഡ് ഇന്ന് കണ്ടതെല്ലാം ശരിക്കും ഒരു തോന്നൽ മാത്രമായിരുന്നോ എന്ന് ക്രിസ്റ്റി സംശയത്തോടെ ചോദിക്കുകയാണ്. ഇതേ സമയം വിക്ടർ ആണെങ്കിൽ ആ പെട്ടിയിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് അതിന്റെയെല്ലാം ഉടമസ്ഥരെക്കുറിച്ച് സേറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഓരോരുത്തരെക്കുറിച്ചും വിക്ടർ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവനെന്തോ തേടുന്നത് കണ്ട് എന്തു പറ്റിയെന്ന് സേറ ചോദിക്കുന്നു. അപ്പോൾ ക്രിസ്റ്റഫറിന്റെ ഒന്നുമില്ലല്ലോ എന്ന് വിക്ടർ പറയുകയാണ്. അത് കേട്ട് ആരായി ക്രിസ്റ്റഫർ എന്ന് അവൾ ചോദിക്കുമ്പോൾ ക്രിസ്റ്റഫർ ഞങ്ങളുടെ സുഹൃത്തായിരുന്നു, നല്ല ആളായിരുന്നു. പക്ഷെ അയാൾ ആ സിംബൽസ് ഒക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷം അയാൾക്ക് പേടിയായി തുടങ്ങി എന്ന് പറഞ്ഞ് വിക്ടർ പെട്ടെന്നെന്തോ ചിന്തിക്കാൻ തുടങ്ങി. ശേഷം താനിതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഒത്തിരി പേടിക്കുന്നത് പോലെ അവൻ ബഹളം വെക്കുകയാണ്. വിക്ടർ ആ കൂടാരമെല്ലാം തകർത്ത് ഭ്രാന്തമായി എന്തൊക്കെയോ ചെയ്യുമ്പോൾ സേറ അവനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. അവളാണെങ്കിൽ ഈ ടൗണിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആളുടെ കൂടെയല്ലേ നീയുള്ളത്, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു. അപ്പോഴവൻ ക്രിസ്റ്റഫറിനെ കുറിച്ചും പുള്ളിയുടെ കൂടെയുണ്ടായിരുന്ന ഒരു പാവയെക്കുറിച്ചുമെല്ലാം ഓർക്കുകയാണ്. ഈ ഒരു രൂപം കഴിഞ്ഞ സീസണിലെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ പേര് ജാസ്പർ എന്നായിരുന്നു എന്ന് വിക്ടർ വല്ലാത്തൊരു പേടിയോടെ പറയുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ബോയ്ഡിനെയാണ്. റാൻഡലിനെ ആ മോൺസ്റ്റേഴ്സിന്റെ അടുത്ത് ഉപേക്ഷിച്ച് വരേണ്ടി വന്നു എന്നവൻ ഡോണയോട് വളരെ വിഷമത്തോടെ പറയുകയാണ്. അത് കേട്ട് ഡോണയും ഞെട്ടുമ്പോൾ ടാബിത എങ്ങനെയാണ് ഈ സമയത്ത് ആംബുലൻസിൽ വന്നത് എന്നൊക്കെ ചോദിച്ച് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായതയും അതുകൊണ്ടുണ്ടായ ദേഷ്യവുമെല്ലാം പ്രകടിപ്പിക്കുകയാണ് ബോയ്ഡ്. ഇതേ സമയം ടാബിയും ജിമ്മും തമ്മിൽ സംസാരിക്കുമ്പോൾ നടന്നതെല്ലാം കേൾക്കുന്ന ജിം ആണെങ്കിൽ അയാൾ വിക്ടറിന്റെ അച്ഛനാണെന്ന് നിനക്കുറപ്പാണോ എന്നൊക്കെ ടാബിയോട് ചോദിക്കുകയാണ്. അത് കേട്ട് ടാബി അവിടെ കണ്ട കാര്യങ്ങളും വിക്ടറിന്റെ അമ്മ വരച്ച ആ പെയിന്റിങ്സിനെ കുറിച്ചെല്ലാം പറയുകയാണ്. അക്കാരണത്താലാണ് തന്നെ അങ്ങോട്ട് അയച്ചതെന്ന് തോന്നുന്നു എന്നും ടവറിലുണ്ടായിരുന്ന പയ്യൻ അവന് താനെന്തോ കാണണമായിരുന്നു, കണ്ടുപിടിക്കണമായിരുന്നു, ഞാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ടാബി ജിമ്മിനോട് ക്ഷമ ചോദിക്കുകയാണ്. അതെല്ലാം കേട്ട് ജിമ്മ് ടാബിയെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ അതായിരുന്നെങ്കിലോ രക്ഷപ്പെടാനുള്ള നമ്മുടെ ഒരേ ഒരു ചാൻസ് എന്നവൾ ആശങ്കപ്പെടുകയാണ്. അപ്പോഴാണ് നിക്കിയുടെ കരച്ചിൽ കേൾക്കുന്നത്. പെട്ടെന്നായിരുന്നു നിക്കിക്ക് പെയിൻ വന്നത്. അവളാണെങ്കിൽ വായിൽ നിന്നെല്ലാം ചോര തുപ്പാൻ തുടങ്ങി. അവരെല്ലാം അത് കണ്ട് പേടിക്കുമ്പോൾ അവൾക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് കൂടുകയായിരുന്നു. അപ്പോൾ തന്നെ മാരിയൽ തന്നെ കൊണ്ടാകുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനോടകം നിക്കി മരിച്ചിരുന്നു. അതറിയുന്ന എല്ലാവരും ഒത്തിരി വിഷമിക്കുകയാണ്. പക്ഷേ ബോയ്ഡ് ആണെങ്കിൽ അതും കൂടി കാണുമ്പോൾ എല്ലാ ദേഷ്യവും കൂടി ഇതിന് കാരണക്കാരിയായ ഓഫീസറിനോട് കാണിക്കുകയാണ്. ആ ലേഡിയും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ എലീസ് ബോയ്ഡിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴവിടേക്ക് വരുന്ന ഡോണയാണ് ബോയ്ഡിനോട് ദേഷ്യപ്പെട്ട് അവനെയും വിളിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശേഷം മുറിയിൽ കയറുന്ന ഡോണയോട് ഇപ്പോൾ ലെക്ചർ ഒന്നും കേൾക്കാൻ മൂടില്ല എന്ന് പറഞ്ഞ് ബോയ്ഡ് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ ഇത്രയും നേരം ഷൗട്ട് ചെയ്തിരുന്ന ഡോണ വളരെ സങ്കടത്തോടെ നിന്ന് കരയുകയാണ്. ഇപ്പോൾ
ഇപ്പോഴിവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ബോയ്ഡും അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ശേഷം നമ്മൾ വിക്ടറിനെയും സേറയെയും കാണുമ്പോൾ വിക്ടർ അവൾക്ക് ഒരു കഥ പോലെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ജാസ്പർ ശരിക്കും ക്രിസ്റ്റഫറിന്റെ ആയിരുന്നു. അയാൾ വലിയൊരു തമാശക്കാരനായിരുന്നു, എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിവുള്ളയാൾ. അന്ന് ഇവിടത്തെ ആ മോശമായ സിറ്റുവേഷനിൽ അയാളുടെ തമാശകൾ എല്ലാവർക്കും വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ സിംബലുകൾ കാണാൻ തുടങ്ങിയ ശേഷം ക്രിസ്റ്റഫർ ശരിക്കും മാറി. അതിനുശേഷം അയാൾ ആരെയും ചിരിപ്പിച്ചിട്ടില്ല. മാത്രമല്ല പിന്നീടങ്ങോട്ട് അയാൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം വിക്ടർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അയാളും ആ പാവയും കൂടി സംസാരിക്കുന്നതാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് വഴക്കിടുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ജാസ്പറിന് മാത്രമേ പറയാൻ കഴിയൂ എന്ന് വിക്ടർ പേടിയോടെ പറയുകയാണ്. ഇതേസമയം മരണപ്പെട്ട നിക്കിയുടെ ബോഡി പൊതിഞ്ഞ് അവിടെയുള്ള മുറിയിലെ കട്ടിലിൽ കിടത്തി ഒരാളും എലീസും കൂടി പോകാൻ തുടങ്ങുമ്പോൾ അന്ന് താൻ അവളോട് അല്പം മോശമായ പെരുമാറിയത് എന്ന് പറഞ്ഞ് തനിക്ക് കുറച്ചുനേരം നിക്കിയുടെ കൂടെ ഇരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഫാത്തിമ. എലീസും കൂടെ നിൽക്കണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ കൊറ്റയ്ക്കിരിക്കണമെന്ന് പറയുമ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നു. ശേഷം ഫാത്തിമ ആ മുറിയുടെ കഥകടച്ച് നിക്കിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവളെ മൂടിയിരിക്കുന്ന ആ തുണി മാറ്റിയ ശേഷം ആ മുറിവിലേക്ക് നോക്കുന്ന ഫാത്തിമയ്ക്ക് എന്തൊക്കെയോ വിയേഡായ ചിന്തകൾ വരുന്നുണ്ട്. അവൾ ആ ഡ്രസ് ചെയ്തതെല്ലാം മാറ്റിയ ശേഷം ബുള്ളറ്റ് കയറിയ ഭാഗത്ത് അമർത്തി അതിൽ നിന്നും രക്തം പുറത്തേക്ക് വരുത്തുകയാണ്. ചുറ്റും ആരുമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച ശേഷം അവൾ ആ മുറിവിനുള്ളിലേക്ക് വിരലുകൾ പതിയെ കയറ്റുകയാണ്. വിരലിലാകുന്ന ചോര പതിയെ മണത്ത് രുചിച്ചു നോക്കുകയാണ് ഫാത്തിമ. അങ്ങനെ അതൊത്തിരി ഇഷ്ടപ്പെട്ട പോലെ ആർത്തിയോടെ അവൾ അത് നക്കുകയാണ്. വീണ്ടും തന്റെ വിരലുകൾ ആ മുറിവിലേക്ക് ആഴ്ത്തിയിറക്കി തന്റെ പൈശാചികമായ പ്രവൃത്തി വല്ലാതെ ആസ്വദിക്കുകയാണവൾ. ഇത്രയും നാൾ നമ്മൾ കണ്ട ഫാത്തിമയായിരുന്നില്ലത്. ഇനി എപ്പോഴാണാവോ എലീസിന്റെ തന്നെ ഇറച്ചിയെടുത്ത് യം യം നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സോസിൽ മുക്കണ പോലെ ചോരയിൽ മുക്കി അടിക്കാൻ പോകുന്നത്. എന്തായാലും ഫാത്തിമയുടെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ആരും അറിയുന്നില്ല. ആ സമയത്ത് ബോയ്ഡും ഡോണയും ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം മറക്കാനായിട്ട് നല്ല നാളേക്ക് വേണ്ടിയെന്ന് ചിയേഴ്സ് പറഞ്ഞ് വെള്ളമടിക്കുകയാണ്. അപ്പോൾ വിൻഡോയ്ക്ക് പുറത്തായിട്ട് ലൈറ്റ് മിന്നുന്നത് കണ്ട് അവർ രണ്ടുപേരും ചെന്ന് കർട്ടൻ നീക്കി നോക്കുന്നു. പുറത്തെ കാഴ്ച കണ്ട് ബോയ്ഡ് ഞെട്ടുകയാണ്. ആ മോൺസ്റ്റേഴ്സ് റാൻഡലിനെ ക്രൂരമായി ഉപദ്രവിച്ച ശേഷം പുറത്തുള്ള ആംബുലൻസിന് മുകളിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അവൻ മരിച്ചുവെന്ന് ബോയ്ഡിനെ പോലെ നമ്മളും വിഷമിച്ച് നിൽക്കുമ്പോൾ ബോധം വന്ന് ജീവൻ നിലനിർത്താനായി കഷ്ടപ്പെടുന്ന റാൻഡലിനെ കാണിച്ചുകൊണ്ട് 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ്? റാൻഡലിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ബോയ്ഡിനും കൂട്ടർക്കും സാധിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ എല്ലാവരെയും പുറത്തെത്തിക്കാനുള്ള മോൺസ്റ്റേഴ്സിന്റെ ഒരു കെണിയായിരിക്കുമോ അത്? അതുപോലെ വിക്ടർ പറഞ്ഞ കഥയിലെ ക്രിസ്റ്റഫറിനെ പോലെ അതേ സിംബൽസ് കാണുന്ന നമ്മുടെ ജെയ്ഡിനെ ഇനി എന്തൊക്കെയായിരിക്കും നേരിടേണ്ടി വരുന്നത്? മാത്രമല്ല ഫാത്തിമയുടെ കാര്യം ഇപ്പോൾ വളരെയധികം മോശമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇനി എന്തൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. അപ്പോ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ.